നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദേശ നയതന്ത്രത്തിൽ നിർണായകമായ ചർച്ചകളിലേക്കും കൂടിക്കാഴ്ചകളിലേക്കും കടക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ നിർണായക റഷ്യൻ US രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്ന തീയതിയും തീരുമാനമായി. ഡിസംബർ 5, 6 തീയതികളിൽ റഷ്യ ഇന്ത്യ ഉച്ചകോടിക്കാണ് പുടിൻ ന്യൂഡൽഹിയിൽ എത്തുക. ഓഗസ്റ്റിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മോസ്കോ സന്ദർശന വേളയിലാണ് ഉന്നതതല സന്ദർശനം ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ആ സമയത്ത് തീയതികൾ തീരുമാനിച്ചിരുന്നില്ല. ഇതിനുശേഷം ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ ചൊല്ലി US-ഉമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. പുടിന്റെ സന്ദർശന വേളയിൽ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, സഹകരണം എന്നിവയിൽ ചർച്ച നടക്കുമെന്നാണ് സൂചന. ഇന്ത്യ റഷ്യ ബന്ധത്തിന് യാതൊരു ഭീഷണിയുമില്ലെന്നായിരുന്നു UN പൊതുസമ്മേളനത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് റഷ്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ലാവ്റോവ് വ്യക്തമാക്കിയിരുന്നു. പുടിനും മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം തീരുവ യുദ്ധത്തിനിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും കളമൊരുങ്ങിയാണ്. ഈ മാസം നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ചർച്ച നടത്താനാണ് സാധ്യത. ഒക്ടോബർ 26, 27 തീയതികളിൽ മലേഷ്യയിൽ വെച്ചാണ് ആസിയാൻ ഉച്ചകോടി. ഉച്ചകോടിക്കായി ട്രംപിനെ മലേഷ്യ ക്ഷണിച്ചു കഴിഞ്ഞു. ട്രംപ് പങ്കെടുക്കുകയാണെങ്കിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. അമേരിക്ക 50% നികുതി ചുമത്തിയതിനു ശേഷം ഇരു നേതാക്കളും നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത്. കാനഡയിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിക്കിടെ ഇരുവർക്കും കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ കൂട്ടിയ തീരുവ ചുമത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് യൂറോപ്യൻ യൂണിയൻ തള്ളിയിരുന്നു. ട്രംപിന്റെ ആഹ്വാനം തള്ളി യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രമായ ഫിൻലാൻഡും. ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടാനല്ല, തീരുവ കുറയ്ക്കാനും അതുവഴി മെച്ചപ്പെട്ട വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഫിൻലാൻഡ് വിദേശമന്ത്രി എലീന വോൾട്ടനെൻ പറഞ്ഞു. ഇന്ത്യക്ക് മേൽ 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപ് ഇതിനു പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശിക്ഷയായി 25% കൂടി ചുമത്തി മൊത്തം 50% ആക്കിയിരുന്നു. നിലവിൽ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ട്രംപുമായി കടുത്ത ഭിന്നതയിലുള്ള ബ്രസീലിലും 50% ചുങ്കം. അമേരിക്കയുടെ പാത പിന്തുടർന്ന് ഇന്ത്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും G7 രാഷ്ട്രങ്ങളും നാറ്റോയും 100% ഇറക്കുമതി തീരുവ ചുമത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. 3 കൂട്ടായ്മകളും ട്രംപിന്റെ ആവശ്യം തള്ളി. ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലെയനും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണെന്ന പ്രസ്താവനയുമായി ഫിൻലാൻഡും രംഗത്തെത്തിയത്. അതേസമയം യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള ശ്രമത്തിലാണ് യൂറോപ്പ് എന്ന് സൂചിപ്പിച്ച എലീന ആ നീക്കത്തിൽ ഇന്ത്യയും പങ്കുചേരണമെന്നും പറഞ്ഞു. ഇന്ത്യ സൂപ്പർ പവർ ആണെന്ന് റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ കൂട്ടിക്കെട്ടേണ്ടതാണെന്നും ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചൈനയും റഷ്യയും പതിറ്റാണ്ടുകളായി ഒരേ ദിശയിലാണ് നീങ്ങുന്നത്. ഇരുവരും തമ്മിലെ നയതന്ത്ര ബന്ധം, എണ്ണ, ഗ്യാസ് വ്യാപാരം തുടങ്ങിയവ തീർച്ചയായും യുക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയ്ക്ക് സാമ്പത്തിക ആശ്വാസമാകുന്നുണ്ട്. അതേസമയം ഇന്ത്യ കാലങ്ങളായി യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സുഹൃത്താണ്. വൻ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ശ്രമമെന്ന് സ്റ്റബ് പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പറഞ്ഞ സ്റ്റബ് ഇതേക്കുറിച്ച് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നുവെന്നും വ്യക്തമാക്കി. ഓഗസ്റ്റിൽ മോദിയും സ്റ്റബും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ പുടിന്റെ ഈ സന്ദർശനം അതീവ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യ US ബന്ധത്തിൽ അടുത്ത കാലത്തായി ഉലച്ചിലുകൾ നേരിടുന്നുണ്ട്. എന്നാൽ റഷ്യയുമായും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. റഷ്യയുമായുള്ള വ്യാപാരത്തിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ പരോക്ഷമായ സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന് US ഉദ്യോഗസ്ഥർ ആരോപിക്കുകയും ചെയ്തിരുന്നു. US-ഉമായുള്ള വ്യാപാര ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ട്രംപ് ഭരണകൂടത്തിലെ കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും രംഗത്തെത്തി. ഇന്ത്യ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിൽക്കണമെങ്കിൽ പ്രസിഡന്റുമായി സഹകരിച്ച് കളിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്തൊക്കെ ഭീഷണികൾ വന്നാലും ഇതുവരെയായിട്ടും അതിലൊരു കുലുക്കം പോലും ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ട്രംപ് വിചാരിച്ചു കാണും 25% തീരുവ 50% തീരുവയാക്കി, ഇനി അതപ്പോൾ ഞാൻ 100 ആക്കുമെന്ന്
പറഞ്ഞാൽ നരേന്ദ്രമോദി തന്റെ അടുത്ത് വന്ന് താൻ എല്ലാത്തിനും വിട്ടുവീഴ്ച തരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമെന്ന് കരുതി. പക്ഷേ ആ കാലമൊന്നല്ല. ഇന്ത്യ ഒരു തരത്തിലും ഒരു ഭീഷണിക്കും ഇനി അടിയറവ് പറയില്ല, തല കുനിക്കുകയില്ല. കാരണം വലിയൊരു ആഗോള ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സാമ്പത്തിക നേട്ടം ഇനി വരും വർഷങ്ങളിൽ അത് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അത്രയേറെ ശത്രു രാജ്യങ്ങൾ പോലും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വളർച്ച തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചിട്ടുള്ളതും. ഇനി അങ്ങോട്ടും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ശക്തി തന്നെയാണ് ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഒരു തലയെടുപ്പോടെ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ വിരട്ടലൊന്നും വേണ്ട. ഇതുവരെയായിട്ടും ആ വിരട്ടലുകൾക്കൊന്നും തന്നെ ഇന്ത്യ യാതൊരു തരത്തിലും തല കുനിച്ചിട്ടില്ല, ഇനിയൊട്ടും കുനിക്കാനും പോകുന്നില്ല.